ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തക്കാളിയും മുരിങ്ങാക്കായും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ. പിന്നെ മുരിങ്ങാക്കായി ഒരു 3 മുരിങ്ങാക്കായി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന. എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടില്ല, കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ടേ എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു 3/4 ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേകാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കത് കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് കഷ്ണങ്ങളെല്ലാം മിക്സ് ആകുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഈ കഷ്ണങ്ങളെല്ലാം വേകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരവിയിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ജീരകവും ഒരു കഷ്ണം പുളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ ഈ മുരിങ്ങാക്കായും തക്കാളിയും പച്ചമുളകെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം തിളക്കേണ്ട ആവശ്യമില്ല, എന്നാലും തിളച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് താളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ജീരകം എന്തെന്നാണ് ഇടേണ്ടത് അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. ഇനി ഉലുവ ഇട്ട് കൊടുക്കുന്നു ഞാൻ. കറിവേപ്പില, ഉലുവ, ഇതാണ് ഇതിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും എല്ലാം. പിന്നെ ജീരകം ഓൾറെഡി അരച്ച് ചേർത്തതുകൊണ്ട് ജീരകം ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് താളിപ്പിൻ്റെ സ്മെല്ല് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മൾ മുരിങ്ങാക്കായും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നേരത്തെ തന്നെ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അത്രയേ ഉള്ളൂ. അതുവരേക്കും ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. Bye. Thank you for watching.